ബീഹാറിൽ NDA സഖ്യത്തിന് മുന്നേറ്റമെന്ന എക്സിറ്റ് പോൾ സർവേകൾ 133 മുതൽ 159 വരെ സീറ്റുകൾ NDA നേടുമെന്ന പീപ്പിൾസ് പൾസിന്റെ പ്രവചനം. ചാണക്യ 138 വരെയും മെട്രിക്സ് 167 വരെ സീറ്റുകളും NDAക്ക് പ്രവചിക്കുന്നു. ഫൈസൽ അസീസ് ചേരുന്നു വിവരങ്ങളുമായി. ഫൈസൽ, റെക്കോർഡ് പോളിംഗ് ആണ് ബീഹാറിൽ രണ്ടാം ഘട്ടത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ എക്സിറ്റ് പോൾ സർവേകളും NDAക്ക് അനുകൂലമാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം? കാളിദാസൻ, അതുതന്നെയാണ്. അതായത് ഏറ്റവും ഒടുവിൽ റെക്കോർഡ് പോളിംഗ് എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത്. രണ്ടാം ഘട്ടത്തിലും റെക്കോർഡ് പോളിംഗ് തന്നെയാണ് ബീഹാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 67% പോളിംഗ് ആണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. ഏകദേശം 5 മണി വരെയുള്ള പോളിംഗ് ശതമാനമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതിൽ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ NDAക്ക് ഭരണ തുടർച്ച എന്ന് തന്നെയാണ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും വ്യക്തമാക്കുന്നത്. അതായത് നമുക്ക് എക്സിറ്റ് പോൾ ഫലങ്ങൾ നോക്കുകയാണെങ്കിൽ മെട്രിക്സിൻ്റെത് 147 മുതൽ 167 വരെ സീറ്റുകൾ നേടുമെന്നാണ് മെട്രിക്സ് എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. NDAക്ക് 147 മുതൽ 167 സീറ്റുകൾ നേടുമെന്നാണ് എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അതിൽ മഹാഗൺബത്ത്, അതായത് ഇന്ത്യ സഖ്യം 70 മുതൽ 90 വരെ സീറ്റ് നേടുമെന്നും എക്സിറ്റ് പോൾ ഫലത്തിൽ പറയുന്നു. മെട്രിക്സിൻ്റെതാണ്. ഒപ്പം തന്നെ ചാണക്യയിൽ നോക്കുകയാണെങ്കിൽ ചാണക്യ 130 മുതൽ 138 സീറ്റ് വരെ NDA നേടുമെന്നാണ് ചാണക്യയുടെ പ്രവചനം. 100 മുതൽ 108 സീറ്റ് വരെ NDA 100 മുതൽ 108 സീറ്റ് വരെ ഇന്ത്യ സഖ്യം നേടുമെന്നാണ് ചാണക്യ പറയുന്നത്. ദൈനിക് ഭാസ്കർ നോക്കുകയാണെങ്കിൽ ദൈനിക് ഭാസ്കർ 145 മുതൽ 160 സീറ്റ് വരെ NDA നേടുമെന്നാണ് ദൈനിക് ഭാസ്കർ പ്രവചിക്കുന്നത്. 73 മുതൽ 91 സീറ്റ് വരെ ഇന്ത്യ സഖ്യം നേടുമെന്നും ദൈനിക് ഭാസ്കർ പറയുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ പ്രധാനപ്പെട്ട എക്സിറ്റ് പോൾ സർവേകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മെട്രിക്സിൻ്റെതും ചാണക്യ സ്ട്രാറ്റജീസ്, അതുപോലെ ദൈനിക് ഭാസ്കർ. എന്നാൽ ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ ഫലങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഏകദേശം വ്യക്തമാകുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ഈ സർവേ ഫലങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ബീഹാറിൽ NDA ഭരണം തുടരും എന്ന് തന്നെയാണ്. ഭരണ തുടർച്ച ബീഹാറിൽ NDAക്ക് തന്നെ ആയിരിക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലത്തിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. ഏതായാലും 145 മുതൽ 160 സീറ്റ് വരെ NDA നേടുമെന്ന് ദൈനിക് ഭാസ്കറും 130 മുതൽ 138 സീറ്റ് വരെ NDA നേടുമെന്ന് ചാണക്യയും 147 മുതൽ 167 സീറ്റ് വരെ NDA നേടുമെന്ന് മെട്രിക്സും ഈ സർവേ ഫലത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഇന്ത്യ സഖ്യത്തിന് ഒരു എക്സിറ്റ് പോൾ ഫലം പോലും ഇന്ത്യ സഖ്യത്തിന് 100-ൽ കൂടുതൽ സീറ്റ് പ്രവചിക്കുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചാണക്യ മാത്രമാണ് 100 മുതൽ 108 സീറ്റ് വരെ ഇന്ത്യ സഖ്യത്തിന് പ്രവചിച്ചിരിക്കുന്നത്. എന്നാൽ 147, 130, 145, 133 തുടങ്ങിയ വലിയ നമ്പർ, 100-ലധികം സീറ്റുകൾ നേടുമെന്ന പ്രവചനമാണ് NDAക്ക് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും NDAക്ക് നൽകിയിരിക്കുന്നത്. അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. ഇന്ത്യ സഖ്യത്തിന് 100-ലധികം സീറ്റ് നേടാനാകുമെന്ന് ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിക്കുന്നില്ല. അതേസമയം NDA 135 മുതൽ 150 വരെ സീറ്റുകൾ, 168 സീറ്റുകളൊക്കെ നേടുമെന്നാണ് ഈ സർവേ ഫലങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ എന്ന് പറയുന്നത്. ഏതായാലും എക്സിറ്റ് പോൾ സർവേ ഫലം പ്രകാരമാണെങ്കിൽ ബീഹാറിൽ NDA തുടർ ഭരണം ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കാളിദാസ്, മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ ഒരു എക്സിറ്റ് പോൾ കൂടുതലും NDAക്ക് അനുകൂലമായിട്ടാണ് ഇപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായുള്ള ആ വോട്ടെടുപ്പ് കഴിഞ്ഞ് പിന്നീട് ഈ എക്സിറ്റ് പോൾ വന്നപ്പോൾ അന്ന് അത് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായിരുന്നു. പിന്നീട് ആ സാഹചര്യം വോട്ടെണ്ണൽ ആരംഭിച്ച മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആ സാഹചര്യം മാറുന്ന ചില ഘട്ടങ്ങളുമൊക്കെ തന്നെ കണ്ടു. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു എക്സിറ്റ് പോൾ ഫലം NDAക്ക് അനുകൂലമാണെങ്കിലും ഒരു പ്രതീക്ഷയ്ക്കുള്ള വക ഇന്ത്യ മുന്നണിക്കില്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം. കാരണം മുഖ്യമന്ത്രി സ്ഥാനത്ത് തന്നെ RJDയുടെ തേജസ്വി യാദവാണ്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആക്കണമെന്നുള്ളൊരു സർവേ ഫലം കൂടി ഇതിനിടയിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ യോഗ്യൻ, അല്ലെങ്കിൽ ആരാണ് മുഖ്യമന്ത്രി ആവേണ്ടത് എന്നുള്ളൊരു സർവേ ബീഹാറിൽ നടത്തിയപ്പോൾ തേജസ്വി യാദവിനായിരുന്നു അനുകൂലമായി ഉണ്ടായിരുന്നത്. എന്നാൽ ഈ കാളിദാസൻ സൂചിപ്പിച്ചതുപോലെ ഹരിയാനയിൽ
എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരം ഇന്ത്യ സഖ്യത്തിന് വലിയ മുൻതൂക്കം ഉണ്ടാകുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അന്ന് നമുക്കറിയാം ഹരിയാനയിൽ ആ കർഷക പ്രക്ഷോഭവും അത്തരത്തിലുള്ള വലിയ സമരങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അത് എൻ ഡി എക്ക് കർഷക ബില്ലിനെതിരെ ഉണ്ടായിരുന്ന സമരമൊക്കെ നമ്മൾ കണ്ടതാണ്. അത് എൻ ഡി എ സംബന്ധിച്ച് എൻ ഡി എക്ക് വലിയ രീതിയിൽ തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഉൾപ്പെടെ പ്രവചിച്ചിട്ടുണ്ടായിരുന്നത്. വലിയ മാർജിനിൽ ഇന്ത്യ സഖ്യം ജയിക്കും, ഹരിയാനയിൽ ഇന്ത്യ സഖ്യം ജയിക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് വോട്ടെണ്ണൽ ഘട്ടത്തിൽ തുടക്കത്തിൽ അങ്ങനെയായിരുന്നു എങ്കിലും പിന്നീട് അങ്ങോട്ട്, അതായത് വോട്ടെണ്ണി തുടങ്ങുമ്പോൾ ഹരിയാനയിൽ ഏകദേശം ഇന്ത്യ സഖ്യം ഭരണം ഉറപ്പാക്കി എന്നുള്ളൊരു ഘട്ടത്തിലെത്തിയപ്പോഴാണ് നേരെ മാറി അത് എൻ ഡി എക്ക് അനുകൂലമാകുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ എത്രത്തോളം വിശ്വാസത്തിലെടുക്കണം അല്ലെങ്കിൽ എത്രത്തോളം ആശ്വാസകരമാണ് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഏതായാലും അതുപോലെ തന്നെ കർണാടക ഇലക്ഷൻ നമ്മൾ കണ്ടത്, കർണാടക തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ നമ്മൾ കഴിഞ്ഞ കണ്ടതാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ അച്ചട്ടാകുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. എന്നാൽ ഈ ബീഹാറിനെ സംബന്ധിച്ച് ബീഹാറിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങളുമൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടിറങ്ങി അവിടെ വികസന പ്രവർത്തനങ്ങൾ, റോഡ്, റെയിൽ ഗതാഗതം, അതുപോലെ ആശുപത്രികൾ, അത്തരത്തിലുള്ള വലിയൊരു വികസന പദ്ധതികളൊക്കെ പ്രധാനമന്ത്രി നേരിട്ടെത്തി പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായിരിക്കുമോ അല്ലെങ്കിൽ എന്തായിരിക്കും ഈ ബീഹാറിൽ എൻ ഡി എക്ക് ഇത്തരത്തിലൊരു അനുകൂല സാഹചര്യം ഉണ്ടാവാനുള്ള ഒരു അനുകൂലമായ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഏതായാലും നിലവിലെ ഒരു കാഴ്ചപ്രകാരം ബീഹാറിൽ എൻ ഡി എക്ക് ഭരണ തുടർച്ച ഉണ്ടാകുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത്. എന്നാൽ അത് മറിയുമോ എന്നുള്ളൊരു കാര്യമാണ്. കാരണം നേരത്തെ കാളിദാസൻ സൂചിപ്പിച്ച പോലെ ഹരിയാനയുടെ കാര്യം നമ്മൾ മനസ്സിൽ വെക്കേണ്ടത് തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കർഷക പ്രക്ഷോഭവും മറ്റ് പ്രശ്നങ്ങളുമൊക്കെ ഹരിയാനയിൽ ആ ഒരു ഇലക്ഷൻ്റെ സമയത്ത് കത്തി നിന്ന ഒരു സംഭവമായിരുന്നു. അത് ആ ഒരു പ്രശ്നം ആ ഒരു വിഷയമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അന്നേരത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ തീർച്ചയായും കോൺഗ്രസിന് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായിരിക്കും എന്നൊക്കെ രീതിയിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ അതിൽ ഒരു എക്സിറ്റ് പോൾ ഫലം മാത്രമാണ് എൻ ഡി എക്ക് ഉണ്ടായിരുന്നത് എന്നാണ് ഞാൻ എൻ്റെ മനസ്സിലാക്കുന്നത്. എന്നാൽ ബാക്കിയുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം ഇന്ത്യ ടുഡേ, ആക്സസ് മൈ ഇന്ത്യ ആയാലും മറ്റ് ചാണക്യ ആയാലും അതുപോലെ CNN-ൻ്റെതായാലും നോക്കുമ്പോൾ അത് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായിട്ടായിരുന്നു ആ ഒരു സർവേ ഫലം ഉണ്ടായിരുന്നത്. എന്നാൽ അത് വോട്ടെണ്ണൽ തുടങ്ങി ഒരു പകുതി ആകുമ്പോഴേക്കും നമ്മൾ എക്സിറ്റ് പോൾ ഫലങ്ങളെ വിശ്വസിച്ചിരുന്നു. എന്നാൽ വോട്ടെണ്ണൽ തുടങ്ങി പകുതി കഴിയുമ്പോഴേക്കും നേരെ മറിഞ്ഞ് എൻ ഡി എ സഖ്യം വിജയിക്കുന്ന രീതിയിലേക്കാണ് ഹരിയാനയിലെ ആ കാഴ്ച നമ്മൾ കണ്ടത്. എന്നാൽ അത് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെ ഈ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. കാളിദാസ്, അത് തന്നെയാണ്. ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ എൻ ഡി എക്ക് അനുകൂലമാണ് എന്ന് പറയുമ്പോഴും എക്സിറ്റ് പോൾ ഫലങ്ങളെ കാറ്റിൽ പറത്തിയ സന്ദർഭങ്ങളും ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അതും കൂടി വിലയിരുത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് എൻ ഡി എക്ക് അനുകൂലമെന്ന് പൂർണ്ണമായും പറയാൻ സാധിക്കില്ല. വോട്ടെണ്ണൽ പകുതിയോടെ അല്ലെങ്കിൽ വോട്ടെണ്ണൽ പകുതിയോളം കഴിഞ്ഞാൽ മാത്രമേ ഒരു സാധ്യതയിലേക്ക് ആര് ഭരിക്കും, ഭരണ തുടർച്ചയാണോ പുതിയൊരു ഭരണമാണോ ഉണ്ടാവുക എന്നുള്ളത് വോട്ടെണ്ണലിന് ശേഷം മാത്രമേ കൃത്യമായി പറയാൻ സാധിക്കൂ. എന്നിരുന്നാലും നിലവിൽ വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ എൻ ഡി എക്ക് അനുകൂലമാണ്. ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്.